നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയിൽ നെയ്മറെ കാത്ത് ആയിരങ്ങൾ നിന്ന് നമ്മൾ കണ്ടു. ഇതാ അതുപോലെ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പരാഗ്വേയിലും ആവർത്തിക്കുകയാണ്. ഇന്നാണ് സാൻഡോസ് വേഴ്സസ് റിക്കൊലാറ്റ കൊപ്പ സുഡാമേരിക്കാന മത്സരം. നെയ്മറുടെ സാൻഡോസിന് അത് നിർണായകമായ പോരാട്ടമാണ്. നിലവിൽ 3 കളികളിൽ നിന്ന് 2 പോയിന്റുള്ള സാൻഡോസാണ് ഗ്രൂപ്പിൽ ഏറ്റവും അവസാനം നിൽക്കുന്നത്. ഈ കളി ജയിച്ചേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നെയ്മർ ജൂനിയറും സംഘവും പരാഗ്വേയിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയത് മുതൽ വലിയ രൂപത്തിലുള്ള ജനാവലി നെയ്മർ ജൂനിയറെ കാണാൻ വേണ്ടി തിങ്ങിക്കൂടുന്ന കാഴ്ച. എന്താണ് പരാഗ്വേയിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നെയ്മർ ജൂനിയർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എയർപോർട്ടിലും പരിസരത്തുമൊക്കെയായി നെയ്മറെ കാത്ത് വലിയ ജനാവലി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ജനാവലിയിലേക്കാണ് നെയ്മർ ജൂനിയർ എത്തിച്ചേർന്നത്. പരാഗ്വൻ പീപ്പിൾ ലെജൻഡ് നെയ്മറെ കാണാൻ വേണ്ടി പലതരത്തിലുള്ള പ്ലക്കാർഡുകളും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ കാത്തുനിന്നു. അതിനിടയിൽ ആ എയർപോർട്ടിലൊക്കെ വെച്ച് ആളുകളുടെ വലിയ ചാൻഡ് നെയ്മർ ജൂനിയറെ ടീമിലെടുക്കണമെന്ന് ആഞ്ചലോട്ടിയെ ഓർമ്മപ്പെടുന്ന രൂപത്തിൽ കണ്ണു തുറക്കൂ ആഞ്ചലോട്ടി, യാ കാർലോ ആഞ്ചലോട്ടി, വേക്കപ്പ്, വി വാണ്ട് നെയ്മർ ടു പ്ലേ ഇൻ ദി വേൾഡ് കപ്പ് എന്നർത്ഥം വരുന്ന ചാൻഡുകൾ അവർ പാടുന്നു. കാർലോ ആഞ്ചലോട്ടി കണ്ണു തുറക്കൂ, നിങ്ങൾ ഉണരൂ, എന്നിട്ട് നെയ്മർ ജൂനിയർ ഞങ്ങൾക്ക് വേൾഡ് കപ്പിൽ കാണണം, അദ്ദേഹത്തെ ടീമിലെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആരാധകർ, അതായത് അവിടുത്തെ സിറ്റി ഓഫ് പൊൻഡപ്പോഴയിലെ ആരാധകർ നെയ്മർ ജൂനിയർക്ക് വേണ്ടി ചാൻഡ് വിളിക്കുന്നു. വലിയ ജനക്കൂട്ടം വന്നതുകൊണ്ട് തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സാൻഡോസിൻ്റെ ബസ് മുന്നോട്ടെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം. അത്രയും ജനക്കൂട്ടം അവിടെ തിങ്ങി നിറഞ്ഞു. നെയ്മർ ജൂനിയറെ കാണാൻ വേണ്ടി വന്ന കുട്ടികൾ ജേഴ്സി ഊരിക്കൊടുക്കുന്നു, നെയ്മർക്ക് അവരിട്ട ഷർട്ട് ഊരിക്കൊടുക്കുന്നു അതിൽ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞു മക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി നെയ്മർ ജൂനിയറെ കാണാൻ. അദ്ദേഹത്തിന് വേണ്ടി അവർ ചാൻഡ് ചെയ്യുന്നു, ഓലേ ഓലേ നെയ്മർ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻഡ് വരുന്നു. നെയ്മർ ചാൻഡുകൾ വേറെ വരുന്നു. അങ്ങനെ വലിയ രൂപത്തിൽ നെയ്മറെ അവർ സ്നേഹമഴയിൽ അങ്ങ് കുതിർത്ത് വിട്ടിട്ടുണ്ട്. ഇനി കളിക്കളത്തിൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.